എൻ്റെ ഒരു ദിവസം തുടങ്ങണതും അവസാനിക്കണതും ഒക്കെ ദാ ഇതിലാട്ടോ. എൻജോയ് ചെയ്ത് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ മടുപ്പ് എന്നൊന്നും തോന്നാറേ ഇല്ല. രാവിലെ തന്നെ 2 കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. അതിനുള്ള പോക്കാണ്. കേക്ക് ഡെലിവറി കഴിഞ്ഞ് വന്ന് ഇരിക്കുമ്പോൾ ദാ 14-ാം രാവ് ഉദിച്ച പോലെ ഒരാൾ ചിരിച്ചു മയങ്ങി വരണു. സന്തോഷം കൊണ്ടാ. അവൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്ത സമ്മാനങ്ങളാട്ടോ ഇതൊക്കെ. ആളെല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇവർക്കുള്ള പങ്ക് കൊടുത്തയക്കാറുണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു ഗൾഫ് മിഠായിക്ക് കുറേ കൊതിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും അങ്ങനെ കൊണ്ടുതരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പല കളറുള്ള വാച്ച് കിട്ടി വരും. അതൊക്കെ കിട്ടാൻ ഒരുപാട് ആശിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. ഇതൊക്കെ കിട്ടിയപ്പോൾ അവർ ഹാപ്പിയായി. അതും പങ്കുവെച്ച് ഒരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയിട്ടോ. അടുത്തുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി എടുത്തില്ല, ബസ്സിലാണ് പോയത്. അവിടെ ചെന്നതും എന്നെ അറിയണ ഒരുപാട് പേരെ കണ്ടു. വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, വെളിച്ചപ്പാടിനെ ആരും അറിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. എന്നെ അറിയണവരൊക്കെ വന്ന് കുറേ സംസാരിച്ചു കേട്ടോ. വീഡിയോസൊക്കെ കാണാറുണ്ട്, എന്നും വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതും വൈകുന്നേരത്തേക്കുള്ള കേക്ക് ചെയ്യാൻ നിന്നു. അതും ചെയ്ത് വെച്ച് ഇത്തിരി നേരം കിടന്നുറങ്ങാലോ എന്ന് കരുതി. ഉറക്കം കഴിഞ്ഞ് നീറ്റപ്പോൾ ഒരു പാൽച്ചായ കുടിക്കാൻ പോതി. എപ്പോഴേലുമൊക്കെ പാൽച്ചായ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ചക്ക വറുത്തത് കഴിഞ്ഞില്ലേന്ന് ചിന്തിക്കേണ്ട, ഉണ്ടാക്കിയിട്ട് നേരെ കഴിക്കാൻ പറ്റിയില്ല എന്നാണ് വാസ്തവം. ചായയും കുടിച്ച് പുറത്തേക്ക് പോയി. ഉമ്മാക്കൊരു ചെരുപ്പും മക്കൾക്ക് ഡ്രസ്സും എടുക്കാണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അളവായതുകൊണ്ട് തന്നെ ഉമ്മാക്കുള്ള ചെരുപ്പിൽ കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. അതൊക്കെ വാങ്ങി വരണ വഴിക്ക് ഒരാളെ കണ്ടു. വേറെ ആരല്ല കേട്ടോ, എൻ്റെ ഉപ്പാനെ. ഒരു ദിവസത്തിൽ 12 മണിക്കൂറും ഒന്നുകിൽ ചൂണ്ടൽ, അതല്ലേ വല. ഇത് രണ്ടും എടുത്ത് മീൻ പിടിക്കാൻ പോക്കാ പണി. ഉമ്മാക്ക് ഇന്നത്തേക്കുള്ള പണിയായുണ്ട്. എനിക്ക് നന്നാക്കാൻ സാധിക്കില്ല കേട്ടോ, വഴിക്ക് പോവുള്ളൂ. അതുകൊണ്ട് നന്നാക്കി തരലൊക്കെ ഉമ്മ തന്നെയാണ്. വെക്കലും പൊരിക്കലൊക്കെ ഞാൻ ചെയ്യും. അതും എടുത്ത് വീട്ടിലേക്ക് പോന്നു. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ ഇനി നാളെ കാണാം.